പീപ്പിൾ ബിഗ് ബ്രേക്കിംഗ് പൊതുമരാമത്ത് വകുപ്പിലെ കൊടുമഴിമതിയുടെ വിവരങ്ങൾ വ്യക്തമാക്കുന്ന വിജിലൻസ് റിപ്പോർട്ട് പുറത്ത്. വിജിലൻസ് ഡയറക്ടറായിരുന്ന വിൻസൻ എം പോൾ 2015 ജൂൺ 23-ന് ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറിയ റിപ്പോർട്ടാണ് പുറത്തുവന്നത്. പൊതുമരാമത്ത് മന്ത്രി ഇബ്രാഹിം കുഞ്ഞ്, അന്നത്തെ ധനമന്ത്രി കെ.എം. മാണി, വകുപ്പ് തല സെക്രട്ടറി തുടങ്ങിയ ഉദ്യോഗസ്ഥർക്ക് നേരിട്ട് പങ്കുള്ളതായാണ് വിജിലൻസ് റിപ്പോർട്ട്. ആഭ്യന്തരമന്ത്രിക്ക് കൈമാറിയ റിപ്പോർട്ട് പൂഴ്ത്താനായി ഇബ്രാഹിം കുഞ്ഞിന് രമേശ് ചെന്നിത്തല കൈമാറി. ഈ റിപ്പോർട്ട് ഇപ്പോൾ ഇബ്രാഹിം കുഞ്ഞിന്റെ അലമാരയിൽ. റിപ്പോർട്ടിന്റെ പകർപ്പ് പീപ്പിൾ TV പുറത്തുവിട്ടു. റോഡ് പണി, സ്ഥലം മാറ്റം എന്നിവയുടെ പേരിൽ മന്ത്രിമാരും പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരും കോടികൾ തട്ടിയതായാണ് വിജിലൻസ് റിപ്പോർട്ട്. മുൻ വിജിലൻസ് ഡയറക്ടറും ഇപ്പോൾ വിവരാവകാശ കമ്മീഷണറുമായ വിൻസൻ എം പോൾ ആഭ്യന്തരമന്ത്രിക്ക് നൽകിയ റിപ്പോർട്ടിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഉള്ളത്. 2015 ജൂൺ 23-ന് വിൻസൻ എം പോൾ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറി നളിനി നെറ്റോയ്ക്ക് കൈമാറി. ആഭ്യന്തര സെക്രട്ടറി ആഭ്യന്തരമന്ത്രിക്കും ഇത് കൈമാറി. ആദ്യം തുടർ നടപടി സ്വീകരിക്കാൻ ഉത്തരവിട്ട ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ശക്തമായ സമ്മർദ്ദത്തെ തുടർന്ന് ഫയൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് കൈമാറി തുടർ നടപടി ഉപേക്ഷിക്കുകയായിരുന്നു. മുൻ ധനമന്ത്രി കെ.എം. മാണി, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി വി.കെ. ഇബ്രാഹിം കുഞ്ഞ് എന്നിവരുടെ പേരുകളാണ് റിപ്പോർട്ടിൽ ഉള്ളത്. മരാമത്ത് പണികളുടെ എസ്റ്റിമേറ്റ് തുക 300 ഇരട്ടിയായി വർദ്ധിപ്പിച്ചു നൽകിയും ചെയ്യാത്ത പണിക്ക് ബില്ല് നൽകിയും വഴിവിട്ട സ്ഥലംമാറ്റം നടത്തിയും കോടികൾ കൊള്ളയടിച്ചുവെന്നാണ് റിപ്പോർട്ട്. കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ, KSTP, റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്നീ സ്ഥാപനങ്ങളിലാണ് വൻ അഴിമതി നടന്നതെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. അസിസ്റ്റന്റ് എഞ്ചിനീയർ മുതൽ ചീഫ് എഞ്ചിനീയർ വരെയുള്ളവരുടെ സ്ഥലംമാറ്റത്തിന് 5 ലക്ഷം രൂപ മുതൽ 50 ലക്ഷം രൂപ വരെ വാങ്ങിയിരുന്നതായും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതിന്റെ പങ്ക് മന്ത്രിമാർ നേരിട്ടോ ഏജന്റുമാർ മുഖാന്തരമോ കൈപ്പറ്റിയിരുന്നതായും റിപ്പോർട്ടിലുണ്ട്. ഏറ്റെടുക്കുന്ന പ്രവൃത്തികളിൽ വ്യാപകമായ കൃത്രിമം കാണിച്ചാണ് മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥർക്കും നൽകിയ കൈക്കൂലിയുടെ നഷ്ടം കരാറുകാർ നികത്തിയിരുന്നതെന്നും വിജിലൻസ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മന്ത്രിമാരുടെ അഴിമതി കേസ് സംബന്ധിച്ച വിജിലൻസ് റിപ്പോർട്ട് പൂഴ്ത്തിയ സംഭവത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും വിശദീകരിക്കണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. പൊതുമരാമത്ത് വകുപ്പും ധനകാര്യ വകുപ്പും അതിനകത്ത് നടക്കുന്ന അഴിമതി സംബന്ധിച്ച് വിജിലൻസ് ഡയറക്ടർ വിൻസൻ എം പോൾ ഗവൺമെന്റിൽ സമർപ്പിച്ച റിപ്പോർട്ട്, കഴിഞ്ഞ വർഷം ജൂൺ 5-ന് സമർപ്പിച്ച റിപ്പോർട്ട്, ഈ റിപ്പോർട്ടിൻ്റെ മേൽ ഒരു തുടർ നടപടിയും വിജിലൻസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രി സ്വീകരിച്ചില്ല. ഇത്ര ഗുരുതരമായ ആക്ഷേപം ഉണ്ടായിട്ട് വിജിലൻസ് ഡയറക്ടർ നൽകിയ റിപ്പോർട്ട് എന്തിനാണ് വിജിലൻസ് മന്ത്രി പൂഴ്ത്തിവെച്ചത്? ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും ഇന്ന് പുറത്തു വന്നിട്ടുള്ള ഈ വിജിലൻസ് ഡയറക്ടർ റിപ്പോർട്ടിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? കേരളത്തെ സൊമാലിയോട് ഉപമിച്ച മോദിക്ക് ഹാഷ്ടാഗിലൂടെ സൈബർ ലോകത്തിന്റെ ഉചിതമായ മറുപടി. കേരളത്തിലെയും ഗുജറാത്തിലെയും സാമൂഹ്യ സൂചികകൾ ചൂണ്ടിക്കാട്ടിയുള്ള ഹാഷ്ടാഗ് പോമോനെ മോദി സമൂഹമാധ്യമങ്ങളിൽ ട്രെൻഡിയായി. തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ കേരളത്തെ സൊമാലിയോട് ഉന്നയിച്ച നരേന്ദ്രമോദിക്ക് പൊങ്കാലയിടുകയാണ് ഫേസ്ബുക്കിൽ ട്രോളന്മാർ. കേരളത്തിലെയും ഗുജറാത്തിലെയും സാമൂഹ്യ സൂചികകൾ ചൂണ്ടിക്കാട്ടി പോമോനെ മോഡി എന്ന ഹാഷ്ടാഗ് ക്യാമ്പയിനിലൂടെയാണ് നരേന്ദ്രമോദിയെ സോഷ്യൽ മീഡിയ പൊളിച്ചടുക്കി ഒരു വഴിക്കാക്കിയത്. കേരളത്തെ അപമാനിച്ച പ്രധാനമന്ത്രി പദവിയുടെ വില മറന്നു എന്നാണ് സോഷ്യൽ മീഡിയ തെളിവ് സഹിതം ചൂണ്ടിക്കാട്ടുന്നത്. കേന്ദ്രമന്ത്രിസഭയിലെ മോദിയുടെ പ്രധാന അടുപ്പക്കാരിലൊരാളും വിവാദങ്ങൾ കൊണ്ട് സ്ഥിരം പണി വാങ്ങുകയും ചെയ്യുന്ന സ്മൃതി ഇറാനിയും ട്രോളിലെ പ്രധാന കഥാപാത്രമായി വരുന്നുണ്ട്. പോമോനെ മോഡി എന്ന് കേരളം പറയുമ്പോൾ എല്ലാ രാജ്യത്തും പോയി കഴിഞ്ഞില്ലേ, ഇനി എങ്ങോട്ട് പോകാനാണ് എന്നാണ് സ്മൃതി ചോദിക്കുന്നത്. മോദിയുടെ വലങ്കൈയായ അമിത്ഷായെയും സോഷ്യൽ മീഡിയ വെറുതെ വിട്ടിട്ടില്ല. കളിയാക്കി തകർക്കുകയാണ് അമിത്ഷായെയും. വെറും ചിരിക്കപ്പുറം ഗുജറാത്തിലെ സാമൂഹ്യ സൂചികയുടെ താരതമ്യം പുറത്തുവിട്ട് കൃത്യമായ വിമർശനവും ട്രോളായി പടരുകയാണ്. ബീഹാറിലെ DNA പ്രയോഗം പരാമർശിച്ച് ബീഹാർ ജനത നൽകിയ മറുപടി ഓർമ്മയില്ലേ, അതേപോലെ കേരള ജനതയും മറുപടി പറഞ്ഞോളുമെന്നും ട്രോളന്മാർ മോഡിയെ ഉപദേശിക്കുന്നു. അതോടൊപ്പം MA ബേബിയുടെ ഫേസ്ബുക്ക് പോസ്റ്റും തരംഗമാവുകയാണ്. ചോരക്കറ താങ്കളുടെ കയ്യിലാണ് മോദി എന്നാണ് MA ബേബി മോദിയെ ഓർമ്മിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ വടി കൊടുത്ത മോദിക്ക് കിട്ടിയത് അടിയുടെ പേട്ടയെന്ന് സാരം. ന്യൂസ് ഡെസ്ക്. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തിയ നരേന്ദ്രമോദി സൊമാലിയ വിവാദ പരാമർശത്തെക്കുറിച്ച് മറുപടി പറഞ്ഞില്ല. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, അന്തർദേശീയ മാധ്യമങ്ങളിൽ അടക്കം ചർച്ചാ വിഷയമാണ് മോദിയുടെ സൊമാലിയ പരാമർശം. ഈ ഒരു സാഹചര്യത്തിൽ ബോധപൂർവമായി അദ്ദേഹം ഒഴിഞ്ഞു മാറുകയായിരുന്നു ഇന്ന് തൃപ്പൂണിത്തറയിൽ. സോമി, ഇന്ന് കേരളത്തിലേക്ക് നരേന്ദ്രമോദി പ്രചാരണത്തിനെത്തുമ്പോൾ അന്തർദേശീയ മാധ്യമങ്ങൾ അടക്കം തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഈ ഒരു പരാമർശത്തിൽ അതിലെ വളരെ വ്യാപകമായി ഉയർന്ന വിമർശനങ്ങൾ, കേരളം ഒന്നായ തന്നെ ഉയർന്ന വിമർശനങ്ങളുണ്ട്.
ഇതിനോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏത് രീതിയിൽ പ്രതികരിക്കും എന്നാണ് കാതോർത്തിരുന്നത്. പക്ഷെ ഈ വിഷയത്തിലേക്ക് ഒരിക്കൽ പോലും കടക്കാതെ, ഈ വിഷയത്തിലേക്ക് ഒന്ന് എത്തി നോക്കുക പോലും ചെയ്യാതെയാണ് നരേന്ദ്രമോദി തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. തീർത്തും രാഷ്ട്രീയപരമായ കാര്യങ്ങൾ മാത്രം പറയുക, ഇടത് വലത് മുന്നണികളെ സ്വാഭാവികമായ രീതിയിൽ തന്നെ കുറ്റപ്പെടുത്തുക, BJP സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചോദിക്കുക തുടങ്ങിയ പതിവ് പ്രസംഗങ്ങളിലെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടാവുന്ന പ്രസംഗങ്ങളിലെ നടപടിക്രമങ്ങൾ അത്തരം ഔപചാരികത മാത്രം പൂർത്തിയാക്കിക്കൊണ്ടാണ് നരേന്ദ്രമോദി തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. വളരെ വിവാദമുണ്ടാക്കിയ വിഷയമായിരുന്നു സൊമാലിയൻ പരാമർശം. ഈ വിഷയത്തിൽ ഒന്നടങ്കം പ്രതിഷേധം സംസ്ഥാനത്ത് ഉയരുന്ന ഒരു സാഹചര്യത്തിൽ കൂടി ഇതിൽ എന്ത് പ്രതികരിക്കും എന്ന് തന്നെയായിരുന്നു തീർച്ചയായും തന്നെ കേരളം അടക്കം കാതോർത്തിരുന്നത്. എന്നാൽ ഈ വിഷയത്തിലേക്ക് കടക്കുക പോലും ചെയ്യാതെയാണ് ഇപ്പോൾ നരേന്ദ്രമോദി പിൻവാങ്ങിയിരിക്കുന്നത്. സോമി, ഡാനി പോളാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. പാമോലിൻ കേസിൽ ഉമ്മൻചാണ്ടിക്ക് തിരിച്ചടി. പാമോലിൻ അഴിമതിയിൽ വിചാരണ തുടരാൻ സുപ്രീം കോടതി ഉത്തരവിട്ടു. കേസിൽ ആരെയും ഇപ്പോൾ കുറ്റവിമുക്തരാക്കാൻ കഴിയില്ല. സംസ്ഥാന സർക്കാരിനെതിരെയും സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം. കേസിൽ സർക്കാർ സുപ്രീം കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു. കേരള ഹൈക്കോടതിയിൽ കേസുണ്ടെന്ന് തെറ്റായ വിവരം നൽകിയെന്നും ചീഫ് ജസ്റ്റിസ് TS ഠാക്കൂറിന്റെ ബെഞ്ച് കുറ്റപ്പെടുത്തി. പാമോയിലിൻ കേസിൽ വിചാരണ തുടരുന്നതിനെതിരെ മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവ് ജിജി തോംസൺ, മുൻമന്ത്രി TH മുസ്തഫ, PV തോമസ് IAS തുടങ്ങിയവരുടെ ഹർജിയാണ് സുപ്രീം കോടതി തള്ളിയത്. തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ ഹർജികൾ ഇന്ന് പരിഗണിക്കുന്നത് മാറ്റിവെക്കാൻ പ്രതികളും സർക്കാർ അഭിഭാഷകരും കുറച്ചു ദിവസമായി പരിശ്രമിക്കുന്നുണ്ടായിരുന്നു. ഈ നീക്കങ്ങൾ അംഗീകരിക്കാതെയാണ് ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് പാമോയിലിൻ ഹർജികളിൽ വാദം ഇന്ന് കേട്ടത്. വിചാരണ നടത്താമെന്ന ഉത്തരവിനെതിരെയുള്ള പുനഃപരിശോധനാ ഹർജി കേരള ഹൈക്കോടതിയിൽ നിലവിലുണ്ടെന്ന് സംസ്ഥാന സർക്കാരിനു വേണ്ടി ഹാജരായ സ്റ്റാൻഡിംഗ് കൗൺസിൽ രമേഷ് ബാബു അറിയിച്ചു. എന്നാൽ എല്ലാ ഹർജികളും ഹൈക്കോടതി തീർപ്പാക്കിയെന്നും അതിനുശേഷമാണ് സുപ്രീം കോടതിയെ പ്രതികൾ സമീപിച്ചതെന്നും VS അച്യുതാനന്ദന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചു. ഇതേ തുടർന്ന് കേരള ഹൈക്കോടതിയുടെ രേഖകൾ പരിശോധിച്ച സുപ്രീം കോടതി പാമോയിലിൻ കേസുമായി ബന്ധപ്പെട്ട ഹർജി ഇല്ലെന്ന് കണ്ടെത്തി. കേരള സർക്കാരിനെതിരെ ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് രൂക്ഷ വിമർശനം നടത്തി. സുപ്രീം കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനാണ് കേരള സർക്കാർ ശ്രമിക്കുന്നത്. ഇത്തരത്തിലുള്ള വിവരങ്ങൾ സർക്കാർ അഭിഭാഷകന് നൽകുന്നതാരെന്നും കോടതി ചോദിച്ചു. പാമോയിലിൻ കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും കുറ്റമുക്തനാക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള ഹർജികൾ 5 വർഷമായി കെട്ടിക്കിടക്കുകയാണെന്ന് PJ തോമസ് IAS അറിയിച്ചു. എന്നാൽ നിലവിൽ ആരെയും കുറ്റമുക്തരാക്കാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. വിചാരണ തുടരാനും തൃശൂർ വിജിലൻസ് കോടതിയോട് ഉത്തരവിട്ടു. ന്യൂസ് ബ്യൂറോ, ദില്ലി.